കെ രമ നമുക്കൊപ്പം കെ രമ എം എൽ എ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീമതി കെ രമ, ഞാനിപ്പോൾ ഷാനിമോൾ ഉസ്മാനോട് സംസാരിക്കുകയായിരുന്നു. അവർ പറഞ്ഞ ഒരൊറ്റ വാചകത്തിൽ എല്ലാം ഉണ്ട്. മാറി നിൽക്കണം, രാജി എന്നതല്ല പൊതുരംഗത്ത് നിന്നുകൂടി മാറി നിൽക്കണം എന്നുള്ളതാണ്. താങ്കൾക്ക് വ്യക്തിപരമായി എന്ത് തോന്നുന്നു? ഇനിയും MLA ആയി രാഹുൽ തുടരേണ്ടതുണ്ടോ? അല്ല, അത് ഈ കാര്യത്തിൽ ഒരു സംശയമില്ല. നിലപാട് വളരെ കൃത്യമായി നേരത്തെ എടുത്തതാണ്. ഈ വിഷയത്തിൽ മാത്രമല്ല, ഇത്തരം ഉയർന്നു വരുന്ന സ്ത്രീകൾക്കെതിരെ പൊതുരംഗത്ത് നിൽക്കുന്നവർ, ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ നിൽക്കുന്നവർ, ഇതുപോലെയുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അത് മാറി നിൽക്കണം, രാജിവെച്ചേ മതിയാവുള്ളൂ എന്നത് തന്നെയാണ് അഭിപ്രായം. ഒരു സംശയവും ആ കാര്യത്തിലില്ല. മാറി നിന്ന് അന്വേഷണം നേരിടണം, അത് തന്നെയാണ് ഈ കാര്യത്തിലും. ഇതിൽ വ്യത്യസ്തമായ ഒരു അഭിപ്രായവും ഇതിനകത്തില്ല. അതിലെന്ത് സംശയം? നമ്മളെ പലപ്പോഴും എടുക്കുന്ന നിലപാടാണല്ലോ, ആ നിലപാടിൽ ഒരു മാറ്റവുമില്ല. ശ്രീമതി കെ രമ, ഇപ്പോൾ ചിലരെങ്കിലും ഈ പരാതിക്കാരികളെ അധിക്ഷേപിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. വി കെ ശ്രീകണ്ഠൻ നിലപാട് തിരുത്തിയെങ്കിലും ആദ്യം പറഞ്ഞൊന്ന് പ്രതിരോധിക്കാൻ ശ്രമിച്ചു. അത് കഴിഞ്ഞപ്പോൾ സൈബർ ഇടങ്ങളിലൊക്കെ ഈ പരാതിക്കാരികൾക്ക് നേരെ മോശമായ പരാമർശങ്ങളൊക്കെ വരികയാണ്. അങ്ങനെ പരാതിക്കാരികളോട് മോശമായി പെരുമാറിയിട്ട് ഈ പരാതികൾ ഇല്ലാതാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടോ? അല്ല, അതൊന്നും ഒരിക്കലും ശരിയല്ല. അതൊന്നും അംഗീകരിച്ചു കൊടുക്കാനേ പറ്റില്ല. കാരണം പലപ്പോഴും അതാണ്, സ്ത്രീകൾ അധിക്ഷേപിക്കപ്പെടുകയാണ്. നമ്മളൊരു നിലപാടെടുക്കുമ്പോൾ പറയുമ്പോൾ അവരെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക എന്ന് പറയുന്നത് അംഗീകരിക്കാൻ കഴിയില്ല. ഇപ്പൊ നമുക്കെല്ലാം ഞാനിപ്പോൾ ഈ വിഷയത്തിൽ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ അതിന് അടിയിൽ വരുന്ന കമന്റുകൾ എന്ന് പറയുന്നത് കേട്ടാൽ അറയ്ക്കുന്നതാണ്. നമ്മളെ ഇതുപോലെ അധിക്ഷേപിക്കുന്ന ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരു വിഷയം മാത്രമല്ല, എല്ലാവരും നമ്മളൊക്കെ നേരിട്ടുകൊണ്ടേയിരിക്കും. ഒരു വിഷയത്തിൽ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേയറ്റത്തെ ചെറിയ അഭിഷേകവും ഏറ്റവും മ്ലേച്ഛമായ അധിക്ഷേപങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്റെ പോസ്റ്റ് എടുത്ത് നോക്കൂ, നിങ്ങൾക്കൊക്കെ മനസ്സിലാക്കാം. ഞാൻ ഈ വിഷയത്തിൽ എടുത്ത കമന്റ് ഏറ്റവും വൃത്തികെട്ട കമന്റ്. എന്താണ് ഇവരോടൊക്കെ പറയേണ്ടത്? ഇത്തരം മാനസിക രോഗികളോട് എന്തു പറയാനാണ്? അപ്പൊ ഈ നിലപാടിലൊന്നും ഒരു മാറ്റവുമില്ല. ഞാൻ വളരെ തുടക്കത്തിൽ എല്ലാ കാര്യത്തിലും ായാലും ഇതുപോലെ വിഷയങ്ങളുണ്ടാകും. തീർച്ചയായിട്ടും അവർ മാറി നിൽക്കണമെന്ന് അതിലൊരു മാറ്റവുമില്ല. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ ശ്രീമതി കെ രമ, അതായത് ഇപ്പം പരാതിയില്ല, കേസില്ല എന്നൊക്കെ പറഞ്ഞ് പ്രതിരോധിക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട്. അതൊരു വസ്തുതയാണ്, പരാതിയില്ല. നോക്കി എങ്ങനെയാണ് പരാതി കൊടുക്കുക? ഒന്ന് സധൈര്യം തുറന്നു പറഞ്ഞവർ നേരിടുന്ന അധിക്ഷേപങ്ങൾ നമ്മൾ കാണുകയല്ലേ. അപ്പോൾ എങ്ങനെയാണ് മുഖം മാറ്റി സമൂഹത്തിന് മുന്നിൽ നിന്ന് വന്ന് ഞങ്ങൾ നേരിട്ട ദുരനുഭവം എങ്ങനെയാണ് സ്ത്രീകൾ പറയുക? അല്ല, അതൊരു വിഷയം ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. പക്ഷെ ഇത്തരം വിഷയങ്ങളിൽ നിയമപരമായി മുന്നോട്ട് വരാൻ തയ്യാറാവണം. അത് പരാതി കൊടുക്കേണ്ടിടത്തിൽ പരാതി കൊടുക്കുകയും നിയമപരമായിട്ട് തന്നെ നേരിടണം. അങ്ങനെ മാറി നിന്നതുകൊണ്ട് കാര്യമില്ല. ഇത് എവിടെയെങ്കിലും ചർച്ചകൾക്ക് വിധേയമാക്കുക മാത്രമല്ല, അതിലപ്പുറത്തേക്ക് ഇതിന്റെ നിയമപരമായ രീതിയിലേക്ക് പോകണം. പരാതി കൊടുക്കണം, നിർബന്ധമായിട്ടും പരാതി കൊടുക്കേണ്ടതായിരുന്നു. പരാതി കൊടുത്തിട്ടില്ല എന്നുള്ള ഒരു വിഷയം ഈ വിഷയത്തിലുണ്ട്. പരാതി കൊടുക്കാൻ സ്ത്രീകൾ തയ്യാറാകണം, അതിനുള്ള പിന്തുണയുണ്ടാകണം. സമൂഹത്തിൽ നിന്ന്, പൊതുസമൂഹത്തിൽ നിന്നുള്ള പിന്തുണ ഉണ്ടാവുകയും വേണം എല്ലാവരുടെയും ഭാഗത്തു നിന്ന്. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ രാജി എന്നുള്ള നിലപാട് തന്നെയാണ് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾക്കൊക്കെ ഉള്ളത്. വി.ഡി. സതീശൻ ശക്തമായ നിലപാടെടുക്കുന്നു. ചെന്നിത്തല ഇപ്പോൾ ഇന്നത് ഹൈക്കമാൻഡിനെ അറിയിക്കുന്നു. എല്ലാവരും ആ നിലപാടിലേക്ക് വരികയാണ്. പക്ഷേ രാഹുൽ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത് പി ശശിയെ ചൂണ്ടിക്കാണിച്ച്, എം മുകേഷിനെ ചൂണ്ടിക്കാണിച്ചാണ്. ഒരാൾ ഒരു തെറ്റ് ചെയ്തു എന്ന് വെച്ച് മറ്റൊരാൾക്ക് അത് തെറ്റ് ചെയ്യാനുള്ള പ്രതിരോധമാകുന്നുണ്ടോ ശ്രീമതി കെ രമ? അല്ല, ഞാൻ ആ വിഷയം പറയാത്തത് അതുകൊണ്ടാണ്. അങ്ങനെ ഒരു പ്രതിരോധിക്കുന്നത് ശരിയല്ലല്ലോ. പക്ഷെ അങ്ങനെ പറയുമ്പോൾ പോലും നമ്മൾ കാണേണ്ട ഒരു വിഷയമാണ്. കോൺഗ്രസ് ഈ കാര്യത്തിലെടുത്ത ഒരു വളരെ മാതൃകാപരമായ ഒരു നിലപാടുണ്ട്. ആരോപണം ഉയർന്ന ഉടനെ തന്നെ അദ്ദേഹത്തിന് പാർട്ടിയുടെ സ്ഥാനത്ത് നിന്ന് മാറ്റി രാജിവെക്കാൻ ആവശ്യപ്പെട്ടു. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം മാറി. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അത് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും എടുക്കാത്ത മാതൃകാപരമായ സമീപനം തന്നെയാണ്. അതുകൊണ്ട് മറ്റൊന്ന് പറഞ്ഞതിനെ ന്യായീകരിക്കുന്നതിൽ ഒരു കാര്യത്തിൽ ഒന്നും പറഞ്ഞ് ന്യായീകരിക്കാൻ പാടില്ല എന്നത് തന്നെയാണ്. പക്ഷെ ഇത്തരം സമീപനം എടുക്കണം. പക്ഷെ അത് CPM-ൽ നിന്നോ ഇടതുപക്ഷത്തു നിന്നും നമ്മളത് കണ്ടിട്ടില്ല എന്നുള്ളത് കൂടി ഈ സമയത്ത് വായിക്കേണ്ടതാണ്. അവരെല്ലാത്തിനെയും തീവ്രത അളക്കാനും അതിന്റെ കേസ് വരട്ടെ, കേസില്ലല്ലോ, ശിക്ഷിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്നത് മാത്രമേ CPM നേതാക്കന്മാരിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അവർക്ക് ഈ കാര്യത്തിൽ രാജി ആവശ്യപ്പെട്ട് പറയാനുള്ള ഒരു ധാർമ്മികതയും അവർക്കില്ല എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം പറയേണ്ടതാണ്. കാരണം അവര് ഇത്തരം ആളുകളെ സംരക്ഷിക്കുക. എത്ര ആളുകളാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഏറ്റവും മുന്നിൽ തന്നെ ഇരിക്കുന്നത് ഏത് ആരോപണത്തിന്റെ ഭാഗമായിട്ട് കേട്ടിട്ടുള്ള ആളാണ്. അപ്പൊ അത്തരം ആളുകളെ സംരക്ഷിക്കുന്ന സമീപനം മാത്രമേ CPM-ന്റെ ഭാഗത്ത് നാം ഇതുവരെ കണ്ടിട്ടുള്ളൂ. അത് ഇപ്പോഴും സംരക്ഷിക്കുകയാണ്. അവർക്ക് ഈ കാര്യത്തിൽ രാജി ആവശ്യപ്പെട്ടുകൊണ്ടെന്ന് പറയാനുള്ള ഒരു ധാർമ്മികതയും അവർക്കില്ല.
ശ്രീമതി കെ കെ രമ, ഇപ്പം നിങ്ങൾ വടകര MLA ആണ്, വടകര MP കഴിഞ്ഞ ദിവസം ഇന്നലെ ഷാഫി മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ ഫോൺ കട്ടായി എന്ന് തോന്നുന്നു. എന്തായാലും വളരെ സ്വാഗതാർഹമായ ശക്തമായ നിലപാടാണ് ഇപ്പോൾ കെ കെ രമയാണെങ്കിലും ശരി, ഷാനിമോൾ ഉസ്മാൻ ആണെങ്കിലും സ്വീകരിക്കണം. ഒരു സംശയവുമില്ല, മാറി നിൽക്കണം, രാജിയല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പറയുകയാണ് കോൺഗ്രസിലെ UDF-ലെ വനിതകൾ, സ്ത്രീകൾ. ഇത് കോൺഗ്രസ് നേതൃത്വം, സംസ്ഥാന നേതൃത്വം മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് ആ രാജി ചോദിച്ചു വാങ്ങുകയാണ് ചെയ്യേണ്ടത്.